ശ്രീ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നതും ഇന്ത്യക്ക് മുകളിൽ താരിഫ് ഉയർത്തിയതുമെല്ലാം വലിയ വാർത്തകൾ നിറയുമ്പോൾ അതിനിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ വാർത്ത കൂടി വന്നിരുന്നു. അതിൽ ഒന്ന്, ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ 62,000 കോടി രൂപയുടെ ഒരു കരാർ ദില്ലിയിൽ വെച്ച് ഒപ്പിട്ടു. ഇപ്പോഴാ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജെറുസലേം സന്ദർശിച്ചു. തൊട്ടു പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തുകയും ചെയ്തു. കൂടുതൽ കരാറുകളിൽ ഒപ്പിടുക, ഒപ്പം തന്നെ ഫ്രീ ട്രേഡിംഗ് കരാറിൽ ഇസ്രായേലിനെയും ഭാഗമാക്കുക. ഇസ്രായേലും ഇന്ത്യയും തന്ത്രപ്രധാന പങ്കാളികളാണ്. ആ പങ്കാളിത്തം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് എസ് ജയശങ്കർ ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത്. സാങ്കേതിക വിദ്യ, സമ്പദ് വ്യവസ്ഥ, കഴിവുകൾ, കണക്ടിവിറ്റി, സുരക്ഷ എന്നിവയിൽ സഹകരണം കൂടുതൽ ദൃഢമാക്കും. ഒപ്പം തന്നെ ഇന്ത്യയിലും ഇസ്രായേലിലും നിക്ഷേപത്തിനുള്ള പാതകൾ തുറക്കും. പരസ്പര സഹകരണത്തോടുകൂടി മറ്റു മേഖലകളിലും സഹകരണം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. നിലവിൽ നമുക്കറിയാം, നമ്മളുടെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റായ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റായ സുദർശന ചക്രയിലുമൊക്കെ ഈ 5 രാജ്യങ്ങളുടെ ടെക്നോളജി കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് അത് മുൻപോട്ട് പോകുന്നത്. നമ്മൾ തന്നെയാണ് അത് വികസിപ്പിച്ചെടുക്കുന്നതെങ്കിൽ കൂടി അതിലൊന്ന് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യകളാണ്. കഴിഞ്ഞ മാസം ഒപ്പിട്ട 62,000 കോടി രൂപയുടെ ആ കരാറിൽ ചില ആയുധ നിർമ്മാണം കൂടി ഇന്ത്യയിൽ ആരംഭിക്കാൻ ഇസ്രായേൽ പദ്ധതി ഇടുന്നുണ്ട്. കൂടുതൽ ആയുധ നിർമ്മാണ കമ്പനികൾ, അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ പൊതുമരാമത്ത് പണികൾ ഉൾപ്പെടെ, അതായത് റോഡുകളുടെ നിർമ്മാണം ഉൾപ്പെടെ ഇന്ത്യൻ കമ്പനികൾ നേടിയെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഇരു രാജ്യങ്ങളും പരസ്പരം കുറച്ചുകൂടി അടുത്ത് മുൻപോട്ട് പോകാനുള്ള ഒരു തീരുമാനം, തന്ത്രപ്രധാന പങ്കാളി എന്നതിനേക്കാൾ അപ്പുറം ഉള്ള ഒരു ദൃഢത ആ ബന്ധത്തിനുണ്ടാകുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് നിക്ഷേപം മാത്രമല്ല മറ്റു മേഖലകളിൽ കൂടി മുൻപോട്ട് പോവുക. നാളിതുവരെ ഇസ്രായേലുമായിട്ട് അത്തരത്തിലൊരു ബന്ധം നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇനി അത്തരത്തിലൊരു ബന്ധത്തിലൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ ഈ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, അതിന്റെ ഒരു ചട്ടക്കൂട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഈ ഫ്രീ ട്രേഡിംഗ് കരാറിന്റെ ചട്ടക്കൂടിന്റെ അവസാന പണികളിലാണ് എസ് ജയശങ്കർ അവിടെ എത്തിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചട്ടക്കൂട് പൂർത്തിയാകുന്ന മുറയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കാനും ഈ കരാർ ഒപ്പിടാനുള്ള സാധ്യതകൾ ഏറെയാണ്.